നല്ല വചനം പേജിലൂടെ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും ക്രിസ്തുവിന്റെ ആളത്വവും സംബന്ധിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠന പരമ്പരയുടെ 11ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്രിസ്തു സമ്പൂർണനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു ഒരു പൂർണ്ണ രൂപിയായ മനുഷ്യനായിരുന്നു. അതിന്റെ കാരണം യേശു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജനിക്കുന്നത്. സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിക്കുന്നു. സ്ത്രീയുടെ സന്തതി എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഗലാത്യർ 4:4 വായിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായി ഈ ലോകത്തിലേക്ക് പറഞ്ഞ് അയച്ചു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയായിട്ടാണ്, മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്നത് ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് വിവരിക്കുന്ന ക്രിസ്തുവിന്റെ ജനന വിവരണം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 2-ാം അധ്യായത്തിന്റെ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്ന വിവരണങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതുകൂടാതെ യേശു ക്രിസ്തുവിനെ അബ്രഹാമിന്റെ മകൻ എന്നും ദാവീദിന്റെ പുത്രനെന്നും മത്തായി 1:1 വായിക്കുന്നുണ്ട്. ഈ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ എന്ന് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കുകയും ചെയ്ത കർത്താവായ യേശു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തില് ഇവിടെ നമ്മൾ വായിക്കുന്നത് യേശു ക്രിസ്തു മനുഷ്യ രൂപിയായി പൂർണ്ണരൂപിയായി വരികയാണ്. പല ആളുകളും ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും എന്ന് പറയുന്നത് 100% മനുഷ്യനും 100% ദൈവവും എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും എന്നാണ്. നീഷ്യൻ കൗൺസിലിൽ വെച്ച് അത്താനിയാസൂസും അറിയൂസും തമ്മിൽ വാദിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഇരുവിധമായ ഈ പ്രകൃതത്തെ സംബന്ധിച്ച് ശക്തമായ വാദോന്മുഖങ്ങൾ അണിനിരത്തുകയുണ്ടായി. അവിടെ വരുമ്പോൾ യേശു ക്രിസ്തു 100% മനുഷ്യനും 100% ദൈവമാണെന്ന് അഥാനോസ്യൂസ് വാദിച്ച് സമർത്ഥിച്ചു. ഉൽപ്പത്തി 3:15 സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലയിൽ സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പൊ യേശു പൂർണ്ണമായ മനുഷ്യ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ പൂർണ്ണതയും കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. ആ മാനുഷികമായ പൂർണ്ണത എന്ന് പറയുന്നത് നമ്മൾ ഒരുവനെ പോലെ അവൻ ജഡം ധരിച്ചവനായി തീർന്നു. ഈ എബ്രായലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. കർത്താവായ യേശു നമ്മെപ്പോലെ മാംസമുള്ള, നമ്മെപ്പോലെ അസ്ഥിയുള്ള, നമ്മെപ്പോലെ മനസ്സുള്ള, നമ്മെപ്പോലെ രക്ത ഓട്ടമുള്ള ഒരു മനുഷ്യ രൂപിയായി പൂർണ്ണ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. നമ്മിൽ നിന്ന് ഒരു വ്യത്യാസം യേശുക്രിസ്തുവിനുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ്. പാപം കൂടാതെ അവിടുന്ന് ജനിച്ചു. കർത്താവായ യേശു മാനുഷിക ബന്ധത്താലല്ല ഈ ഭൂമിയിൽ ജനിച്ചത്, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായി ആയ ദൈവത്താൽ ആണ് യേശുക്രിസ്തുവിന്റെ ജനനം ഭൂമിയിൽ ഉണ്ടാകുന്നത്. അത് ലൂക്കോസ് 1:37 ലൂക്കോസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ്. നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചാണ്. ഇപ്പൊ ദൈവത്വ മനുഷ്യത്വ ഇരുവിധ പ്രകൃതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ആ കാര്യം കുറെ കൂടെ വ്യക്തമായി പഠിക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു സമ്പൂർണമായ ശരീര ആത്മ ദേഹിയുള്ള ഒരു പൂർണ്ണ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ ക്രിസ്തുവിന് നമ്മിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടായിരുന്നത് നാം എല്ലാവരും പാപ ജഡത്തിലും പാപ സ്വഭാവത്തിലും ജനിച്ചവരാണ്. എന്നാൽ ക്രിസ്തു പാപരഹിതമായ അവസ്ഥയിൽ ജനിച്ചവനാണ്. പാപരഹിതമായ അവസ്ഥയിൽ ജനിച്ച് പാപരഹിതനായി ഈ ലോകത്തിൽ ജീവിച്ച് പാപമില്ല എന്ന് ശത്രുക്കളാലും മിത്രങ്ങളാലും പരസ്യമായി സാക്ഷ്യം പ്രാപിക്കപ്പെട്ട്
മനുഷ്യനെ പോലെ മരിച്ച് വ്യക്തിയാണ് കർത്താവായ യേശു. എബ്രായർ 7:26 അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതൻ അല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആദ്യം ആ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്കും പിന്നീട് ജനത്തിന്റെ പാപങ്ങൾക്കും വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കാൻ ആവശ്യം ഇല്ലാത്തവൻ തന്നെ. ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. കർത്താവായ യേശു പൂർണ്ണ മനുഷ്യനായി അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന് പൂർണ്ണമായി പരിഹാരം വരുത്തുവാൻ സാധിക്കുമെന്നല്ല. കാരണം ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരത്തിലാണ് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിന് അവിടുന്ന് പരിഹാരം വരുത്തിയത്.